വിശേഷങ്ങൾ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് അനദർ ഡേ. ഐ നോ കുറച്ച് ഡിലേ ആയിരുന്നു ബിക്കോസ് ഐ ഹാഡ് എ 1 week procrastinating week. ഐ വാസ് ഇൻ സോ പ്രൊഡക്റ്റീവ്. ബട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ തീരുമാനമെടുത്തു ഐ വിൽ ബി പ്രൊഡക്റ്റീവ്. സോ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് തീർത്തു വൺ ഓഫ് ദി വീഡിയോ. ഇറ്റ് വിൽ ബി അപ്ലോഡിങ് ജസ്റ്റ് ബിഫോർ ദിസ് വീഡിയോ. ആൻഡ് കുഞ്ഞാവ് എഴുന്നേൽക്കുമ്പോഴാണ് ഞാനും എഴുന്നേൽക്കാറും ചെയ്യുന്നത്. സോ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ഇറ്റ്സ് എ ക്ലൗഡി ഡേ. ലൈക്ക് ദോശയും നല്ലൊരു മസാല ദോശയും ഒരു ചായയൊക്കെ കുടിക്കാൻ തോന്നുന്നൊരു ദിവസമില്ല, അങ്ങനത്തെ ഒരു ദിവസമാണ്. പക്ഷേ ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് പ്രിപ്പറേഷൻ. പക്ഷേ അത് നടന്നില്ല. ബട്ട് ടുഡേ ഐ വിൽ ബി ഹാവിങ് സംതിങ് എൽസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു മിനിറ്റ്, എന്തോ പിടിച്ചു. ഒരു മോസ്റ്റ് അവൈറ്റഡ് ആമസോൺ പാക്കറ്റാണ്. ഞാൻ ഒരു 5 to 6 months ആയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൺ എ പ്രോഡക്റ്റ്. കുറേ നാളായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചൊരു സാധനമാണ്. സോ അത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് എ വേറെ ഒന്നുമല്ല, ഒരു ഓർഡിനറിയുടെ പ്രൊഡക്റ്റാണ്. ഇറ്റ്സ് എക്സ്ഫോളിയേറ്റിംഗ് സൊല്യൂഷൻ, അതായത് പീലിംഗ് സൊല്യൂഷനാണ്. സോ ഞാൻ നോർമലി പ്രഗ്നൻസിക്കൊക്കെ മുമ്പ് റെറ്റിനോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ പ്രഗ്നൻസി കഴിഞ്ഞ് കുഞ്ഞിനൊരു ഇപ്പോൾ ഒരു 11 months ആവുന്നവരെ അൻറ്റിൽ ലാസ്റ്റ് വീക്ക് ഐ സ്റ്റോപ്ഡ് യൂസിങ് റെറ്റിനോൾ യൂസേജ് കംപ്ലീറ്റ്ലി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ റെറ്റിനോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. ഐ ഫീൽ സോ ഗുഡ് അബൌട്ട് ഇറ്റ്. പിന്നെ ഞാനിത് പല പ്രാവശ്യം വാങ്ങിക്കണം എന്ന് വിചാരിച്ചു, സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റാർട്ട് യൂസിങ്. ഇറ്റ് ഈസ് ക്വൈറ്റ് സ്ട്രോങ്. അത് കാരണം എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഐ വിൽ ഷോ യു. ഇറ്റ്സ് ബെറ്റർ നൈറ്റിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഞാനിത് രാത്രി ഉപയോഗിച്ച് ഹൗ ഡസ് ഇറ്റ് ഫീൽ എന്നുള്ള ഫീഡ്ബാക്ക് ഞാൻ തരാം ഫോർ ഷുവർ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. ആൻഡ് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ പേര് അൽഫ. ഞാൻ ജർമ്മനിയിൽ താമസിക്കുന്നു, കേരളത്തിൽ നിന്നാണ്. ഓഫ് കോഴ്സ് ബിക്കോസ് ഓഫ് ദി മലയാളം. സോ ഞാനിവിടെ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഫാമിലിയിൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡ്, ഒരു കുഞ്ഞു മോളുമുണ്ട്. ദ നെയിം ഈസ് ഇസ. സോ കീപ് വാച്ചിങ്. ഇതിപ്പോൾ ഈവനിങ് ആയി. രാവിലെ മുതൽ കുറേ പണികളുണ്ടായിരുന്നു, ലോണ്ട്രി മുതൽ ക്ലീനിങ് മുതൽ എല്ലാം. സോ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. വേഗം എല്ലാം നടക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോവാണ്. ക്രിസ്മസ് മാർക്കറ്റ് ഇന്നലെ മുതൽ തുടങ്ങി. നമ്മളങ്ങനെ മ്യൂണിക്കിലെത്തി. സോ ഹാർഡ് ടു ഗെറ്റ് എ പാർക്കിംഗ് പ്ലേസ്. നമ്മളൊരു ഏകദേശം ഒരു 10 minutes ക്യൂ നിന്നിട്ടാണ് നമുക്കൊരു പാർക്കിംഗ് പ്ലേസ് കിട്ടിയത്. മ്യൂണിക്കിൽ ഇൻ ജനറൽ കുറച്ച് പാടാ. സോ ക്രിസ്മസ് മാർക്കറ്റോടെ ഉള്ളവനെ പറയണ്ടല്ലോ. ഞങ്ങൾ വന്നിരിക്കുന്ന ഇത് സത്ര തണുപ്പില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞ പോലെ ഭയങ്കര സണ്ണി ഡേ ആയിരുന്നു. ആൻഡ് ഇന്ന് രാവിലെയൊക്കെ ക്ലൗഡി ആയിരുന്നെങ്കിൽ ഇപ്പം ഒരു നല്ല ക്ലൈമറ്റാ. നാളെ പക്ഷെ സ്നോ ചെയ്യാൻ പോവാ കേട്ടോ. സോ അത് കാരണമാണ് ഞങ്ങൾ ഇന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വെച്ച് പിടിച്ചത്. ഇന്ന് വൈകിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നല്ല തണുപ്പത്ത് വരേണ്ടി വരും. സോ ദിസ് വെദർ ഈസ് ബെറ്റർ ഫോർ പാരൻസ് ആൾസോ. ഞങ്ങൾ മ്യൂണിക് മറീൻ പ്ലാറ്റ്സിലുള്ള ക്രിസ്മസ് മാർക്കറ്റിലാണ് കേട്ടോ പോയത്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതുമാത്രമല്ല, ട്രഡീഷണൽ ക്രിസ്മസ് മാർക്കറ്റുകളിലേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കുറേ സ്റ്റോൾസാണ്. അപ്പോൾ കുറേ നടക്കണം. എനിക്ക് തോന്നുന്നു ആ ഷോപ്പിംഗ് എക്സ്പീരിയൻസും കൂടി അവർ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റാണ്. ബട്ട് ഇൻ ജനറൽ ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റുകൾ കുറച്ചുകൂടി ഗ്രൂപ്പായിട്ടായിരിക്കും ഇരിക്കുക. സോ നമുക്ക് കുറേ നടക്കണ്ട, അടുത്തടുത്തായിരിക്കും എല്ലാ ഡിഫറെൻറ്റ് സ്റ്റോഴ്സും അവൈലബിൾ ആയിട്ടുണ്ടാവും. ഭയങ്കര ക്രൗഡായത് കാരണം ഇസക്കൂട്ടം ഭയങ്കര ക്രാങ്കി ആയിരുന്നു കേട്ടോ. ആൾക്ക് ഇടയ്ക്ക് നമ്മളൊരു സ്റ്റോറിലൊക്കെ കയറ്റി ഒന്ന് സമാധാനിപ്പിച്ച് ക്രൗഡൊക്കെ മാറ്റി നിർത്തി ഒന്ന് സമാധാനിപ്പിക്കേണ്ടതൊക്കെ വന്നു. ബട്ട് ഐ തിങ്ക് ഞങ്ങളിപ്പോൾ കുറച്ചിടയായിട്ട് നോട്ടീസ് ചെയ്യുന്നൊരു ചേഞ്ചാണ് കേട്ടോ. ഭയങ്കര ക്രൗഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾ കുറച്ചൊന്ന് കരയുന്നതും ഒക്കെ. സോ നമ്മളൊരു കടയിൽ പോയിണ്ടായിരുന്നു, സ്റ്റീക്ക് തന്നെ കിട്ടുന്ന കട. പക്ഷേ
അവിടെ തീർന്നുപോയി. എക്സാക്ട്ലി പോയി. അപ്പൊ ഞങ്ങൾ അവിടെ വൈസ് റോസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെ പിന്നെ ഉണ്ട്. അതിനകത്ത് കുറച്ച് എന്താ സ്ലേബിൾ എന്ന് പറഞ്ഞ ഒനിയൻസ് ഒക്കെ ഉണ്ടാവും. സോ നല്ല കാരമലൈസ്ഡ് സോ യം. സോ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 o'clock. ക്രിസ്മസ് മാർക്കറ്റ് 9 o'clockനാണ് അടയ്ക്കുക. സോ ഞങ്ങൾ കുറച്ചൊക്കെ ഫുഡ് കഴിച്ചു. വി ആർ ഫുൾ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുക, അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി. കുഞ്ഞാവിക്ക് തണുത്ത് തുടങ്ങി തോന്നുന്നു. അത് കാരണം അതിൻ്റെ അവൾക്ക് ഉറക്കവും വന്നു തുടങ്ങി. ഒളിച്ചേ കണ്ടേ കളിച്ചോണ്ടിരിക്കുന്നു. ഒളിച്ചേ ഒളിച്ചേ കണ്ടേ. ഹലോ, വെൽക്കം ബാക്ക്. ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടോ. ഞങ്ങൾ ഇന്നലെ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോഴേക്കും ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇതെല്ലാം എടുത്ത് റേഗൻസ്ബർഗിലേക്ക് പോകാം. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഒരു 2 o'clock ആയി. റേഗൻസ്ബർഗ് അടുത്തുള്ളൊരു ടൗൺ ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൗൺ ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ടൗണാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഏകദേശം 1 hour ജേർണിയാണ് കേട്ടോ ഉള്ളത്. ഇന്ന് ഭയങ്കര ഫോഗി ഡേ ആയിരുന്നു. ഞങ്ങളങ്ങനെ റേഗൻസ്ബർഗ് എത്തി. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, നല്ല കാറ്റുണ്ട്. സോ ഞങ്ങൾ പോണ വഴിക്ക് ഭയങ്കര നല്ലൊരു പേസ്ട്രി ഷോപ്പ് കണ്ടു ഇവിടെ റേഗൻസ്ബർഗിൽ. സോ കുഞ്ഞാവിടെ ബർത്ത്ഡേ ഈസ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് കാറിൽ വെച്ചിട്ട് തിരിച്ചു വരികയാണ്. അഗെയിൻ പപ്പയും മമ്മിയും കുഞ്ഞും ഇവിടെ വെയിറ്റിംഗ് ആണ്. സോ ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് വേണ്ടി ഇതേ ഇരിക്കുന്ന ഈ പിങ്ക് കേക്ക് വാങ്ങി. പിന്നെ കുറച്ച് സ്വീറ്റ്സ് എല്ലാം ട്രൈ ചെയ്തു. വൈറ്റ് കളറിലുള്ള ഈ സ്വീറ്റ് ഞങ്ങൾ ട്രൈ ചെയ്തു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഐ ഡോണ്ട് നോ ഇറ്റ്സ് നെയിം ബട്ട് ഇറ്റ് വാസ് സോ യം. മമ്മി പോകുന്ന വഴിക്ക് ഷെയർ ചെയ്യുമായിരുന്നു, കുഞ്ഞാവ എന്ത് കഴിക്കുവാണെങ്കിലും അതിന് 3 ലെവൽ ഓഫ് ഫിൽറ്ററിങ് ഉണ്ടെന്ന്. കുഞ്ഞാവ അങ്ങനെയാ. കുഞ്ഞാവ ഡയറക്റ്റ് ഒന്നും കഴിക്കാറില്ല. ഫസ്റ്റ് തന്നെ സ്മെല് ചെയ്യും, ലുക്ക് നോക്കും, അത് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കും, അത് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് വായ നന്നായിട്ട് തുറന്ന് അത് വാങ്ങിക്കത്തുള്ളൂ. ആള് ഡിഫറെന്റ് ലെവൽ ഓഫ് ഫിൽറ്ററിങ് ആണ്. നല്ല രസകരമായ ക്രിസ്മസ് മാർക്കറ്റായിരുന്നു കേട്ടോ റേഗൻസ്ബർഗിലുണ്ടായിരുന്നത്. കുറേ ഡെക്കറേഷൻസ് ഒക്കെ വിൽക്കുന്ന സ്റ്റോൾസ് ഉണ്ടായിരുന്നു. വിചാരിച്ചതിലും അധികം തിരക്കുണ്ടായിരുന്നു. ബട്ട് ആസ് യൂഷ്വൽ തിരക്ക് കണ്ട് കുഞ്ഞാവ് പിന്നെയും കരച്ചിൽ തുടങ്ങി. സോ ഞങ്ങൾ വേഗം തന്നെ റാപ്പപ്പ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങും. സോ ഇന്നൊരു ബിസി ഇൻട്രസ്റ്റിംഗ് ഡേ ആയിരുന്നു. ബട്ട് ആസ് ഐ പ്രോമിസ്ഡ് ഐ എം ഗോയിങ് ടു ട്രൈ ദിസ്. സോ ഇത് ഒരു റെഡ് സൊല്യൂഷൻ ആണ്. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. നല്ല റെഡ് കളറാണ് കേട്ടോ. സോ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലി 3 drops എടുക്കുക. പരീക്ഷിക്കാൻ പോലും 3 dropsൽ കൂടുതൽ എടുക്കരുത് കേട്ടോ. അത് ഭയങ്കര ഹാംഫുൾ ആയിരിക്കും നിങ്ങളുടെ സ്കിന്നിന്. സോ ഈ 3 drops നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മാക്സിമം 10 minutes വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 8 minutes വെയിറ്റ് ചെയ്ത് ഇത് കഴുകി കളയും. സോ ഇത് തേച്ച് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്കിൻ കെയർ എങ്ങനെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഹൈലറോണിക് ആസിഡാണ്. ഇത് കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിനെ കാം ആൻഡ് മോയ്സ്ചർ ആക്കാൻ സഹായിക്കും. ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ ഞാൻ ഓർഡിനറിയുടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഞാൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇതും കൂടി അപ്ലൈ ചെയ്യുക ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി ഒരു നെക്സ്റ്റ് 2 daysലേക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ചെയ്യരുത്. ഞാൻ മിനിമം ഒരു നെക്സ്റ്റ് 1 weekലേക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് നമ്മുടെ സ്കിൻ അത്രയ്ക്ക് പീൽഡ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ. നെക്സ്റ്റ് ഡേ മുതൽ മസ്റ്റായിട്ടും ഡേ ടൈമിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. സോ അത്രയേ ഉള്ളൂ എൻ്റെ വീക്കെൻഡ് സ്റ്റോറീസ്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ more videos like this. See you with next video. Bye bye.